ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ അടുത്ത IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന ചോദ്യങ്ങൾ. എന്നാൽ ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഓരോ ദിവസവും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. സ്പിന്നർ അശ്വിനെയും ശിവൻ ദുബെയെയും രാജസ്ഥാൻ റോയൽസിന് കൈമാറി പകരം സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന സൂചനകൾ. IPL താരലേലത്തിന് മുമ്പ് ഫ്രാഞ്ചൈസികൾക്ക് കളിക്കാരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. പ്രസന്നയുടെ എക്സ്പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ട്രേഡ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ഓഫ് സ്പിന്നർ, മധ്യനിര ഇടംകയ്യർ ബാറ്റർ എന്നിവരെ ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് വേണ്ടി കൈമാറുകയാണ്. എന്നാൽ കഴിഞ്ഞ IPL താരലേലത്തിലൂടെയാണ് അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തിരികെ എത്തിയത്. 10 വർഷത്തിന് ശേഷമായിരുന്നു ചെന്നൈയിലേക്കുള്ള അശ്വിന്റെ മടങ്ങിവരവ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് വേണ്ടി 9 കളികളിൽ നിന്ന് 7 വിക്കറ്റ് മാത്രമാണ് അശ്വിന് നേടാൻ സാധിച്ചത്. പ്രസന്നയുടെ ട്വീറ്റിൽ പറയുന്ന പ്രകാരം മധ്യനിര ഇടംകയ്യർ ബാറ്റർ ശിവൻ ദുബെ ആയിരിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. കഴിഞ്ഞ IPL സീസണിൽ 14 മത്സരത്തിൽ നിന്നും 357 റൺസ് മാത്രമാണ് ശിവൻ ദുബെ കണ്ടെത്തിയത്. ഇടംകയ്യർ മധ്യനിര ബാറ്റർ ചെന്നൈയുടെ രവീന്ദ്ര ജഡേജയാവാനും സാധ്യതയുണ്ട്. എന്നാൽ ശിവൻ ദുബെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തൽ. ടൈം ടു മൂവ് എന്ന ക്യാപ്ഷനോടെ സഞ്ജു സാംസൺ പങ്കുവച്ച ഭാര്യ ചാരുതലയ്ക്കൊപ്പമുള്ള ഫോട്ടോയാണ് താരം ചെന്നൈയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾക്ക് ചുക്കാൻ പിടിച്ചത്. ഈ അഭ്യൂഹങ്ങളൊക്കെ ശക്തമാവാനും ഈ ഒരു ഫോട്ടോ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡുമായി സഞ്ജു സാംസണിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുമുണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയ സമയം ദ്രാവിഡ് ടീം അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇവർക്കൊപ്പം ചേരാൻ സഞ്ജു തയ്യാറായില്ല. മാത്രമല്ല, ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ നിലനിർത്താതിരുന്നതിൽ ഉൾപ്പെടെ സഞ്ജുവിന് അതൃപ്തി ഉണ്ടായിരുന്നതായിട്ടും സൂചനയുണ്ട്. ചെന്നൈ ആവട്ടെ ധോണിയുടെ പിൻഗാമിയെ കണ്ടെത്താനാവാതെ പരുങ്ങുകയാണ്. എന്നാൽ സഞ്ജു വരുന്നതോടെ അവർക്ക് ഈ ഒഴിവ് നികത്താൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്.